കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു ആൻഡ് സുമിത്. ആശുപത്രി വെച്ചിട്ട് അയൽക്കാരോട് സംസാരിക്കുമ്പോൾ വേറൊരു പെങ്കൊച്ചിനെ നോക്കി ഒളി കണ്ടിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ആ കുട്ടിയൊന്ന് ശ്രദ്ധിച്ചോന്ന്. ആ കുട്ടിയെ ശ്രദ്ധിക്കാനല്ല, ആ കുട്ടിയുടെ വീടും പേരും എല്ലാം അറിഞ്ഞു വെക്കാനാ പറഞ്ഞത്. അത്രയ്ക്ക് വിശദമായിട്ട് പറഞ്ഞു. അത്രയ്ക്ക് വിശദമായിട്ട്. അന്ന് നമുക്ക് എത്ര വയസ്സുണ്ട്? അന്ന് 23-24 വയസ്സ്. ആ പ്രായത്തിൽ ഇതൊക്കെ ചിന്തിക്കാറായോ? പിന്നെ ആയല്ലേ. പിന്നെ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു നോക്കട്ടെ. നല്ല അമ്മ. അമ്മയുടെ അഡ്രസ് ഒന്ന് തരുമോ? പിന്നെ ഇവിടെ നമ്മുടെ കുറെ ലിസണേഴ്സിന്റെ അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. പിന്നെ എന്നിട്ട് പിന്നെ അത് അവിടെ കൊണ്ടങ്ങ് വിട്ടു. പിന്നെ കുറച്ച് ഒന്നുമില്ല, ഞാനും അതിനെക്കുറിച്ച് അങ്ങ് മറന്നു. പിന്നെ അതിനെക്കുറിച്ച് മറന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വെക്കറ്റ് ചെയ്യാൻ നേരത്തെ ഈ കുട്ടി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടി വന്ന് പറഞ്ഞു പോകാല്ലേ. അപ്പം ആ കുട്ടിയുടെ നമ്പർ എൻ്റെ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ നമ്പർ അങ്ങോട്ട് കൊടുത്തു. ഓ, എത്ര സഹാനുഭൂതിയും സ്നേഹവുമുള്ള ആൾക്കാര്. പിന്നല്ലാതെ ഞാൻ കുട്ടിയുടെ നമ്പർ എനിക്ക് തന്നു. ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ വൈകുന്നേരം വിളിച്ചു. ആൾക്കാരെ വിളിച്ചു. അന്ന് ഞാനിവിടെ നാഗർകോവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എടോ, ഇതിനിടയിലാണോ ഇയാൾ ഇവിടെ വന്ന് ആശുപത്രിയിൽ പോയി അവിടെ ഒരു പെങ്കൊച്ചിനെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുന്നത്? ദൂര സ്ഥലത്ത് നിന്ന് ഇവിടം വരെ വന്ന്. പിന്നല്ലാതെ അയൽക്കാരിനെ വിളിച്ചു വരെയല്ലേ പറഞ്ഞ്? ആൾക്കാരെ വിളിച്ചു. ഓക്കെ, വിളിച്ചതിന്റെ ബാക്കി കഥ നമുക്ക് പറയാം. ബട്ട് ബിഫോർ ദാറ്റ് there are romantic songs on Club FM's Love Bites. Stay tuned for it on Kanakin Love. I love you Asha. ഹായ് റീനു ചേച്ചി എനിക്കിഷ്ടമാണ്. ഇന്ന് ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലാണ്. കൊള്ളാലോ. ഞങ്ങളുടെ പ്രണയം കണ്ട് കോളേജിൽ എല്ലാവർക്കും അസൂയാണ്. എൻ്റെ ഗ്യാങ്ങിലെ ബാക്കി എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് സുജിത്ത് അയച്ച് തന്നിട്ടുണ്ട്. പിന്നെ റോജി പറഞ്ഞിരിക്കുന്നു, ഐ ലവ് യു രേഷ്മ, യു ആർ മൈ സ്വീറ്റ് ഹാർട്ട്, മൈ ഹാർട്ട് ബീറ്റ്. ഐ ലവ് യു വാവച്ചി, സീതു എന്ന് വാവ ലിജു അയച്ചു തന്നിട്ടുണ്ട്. ഐ ലവ് യു സംഗീത, ഐ ലവ് യു സോ മച്ച് എന്ന് ജിത്തു. ലവ് യു മൈ ഡാർലിംഗ് എന്ന് ഗായത്രി. ഐ ലവ് യു അനീഷ എന്ന് അനന്തു. ഐ ലവ് യു രഞ്ജിത്തേട്ടാ, വെയിറ്റിംഗ് ഫോർ യു എന്ന് പാറു. എൻ്റെ ബാലു ചേട്ടാ, ഐ ലവ് യു സോ മച്ച്, റിയലി മിസ് യു ഏട്ടാ എന്ന് അശ്വതി. ഇത്രയും പേർക്ക് വേണ്ടിയിട്ടൊരു പാട്ടാ ചോദിച്ചിരിക്കുന്നേ. കൊടുക്കാന്നേ, ഞാനൊരു പാവല്ലേ. ഇതുപോലെ ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിലൂടെ പാട്ട് ചോദിക്കാനായിട്ടേ നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് കെ സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. കാരണം ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് ലവ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ സുമിത്. അയൽക്കാരിനെ വൈകുന്നേരം വിളിച്ചു. ആര് ഫോൺ എടുത്തു? അയൽക്കാരി തന്നെ ഫോൺ എടുത്തു. ഓക്കെ, അയൽക്കാരി ഫോൺ എടുത്തു. അന്നേരം ആ കുട്ടിയുടെ പേരെനിക്കറിയാം, സംസാരിച്ച്. അതെങ്ങനെ അമ്മ കണ്ടുപിടിച്ചോ? അമ്മ കണ്ടുപിടിച്ചു. നല്ല അമ്മാട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാൻ തോന്നുന്നു. പിന്നെ എന്നിട്ട് അമ്മ കണ്ടുപിടിച്ചു പെൺകുട്ടിയുടെ പേര്. ഞാൻ പക്ഷെ മൈൻഡ് ചെയ്യാനേ പോയില്ല. കാരണം വില പോവും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ആൾക്കാരുടെ ആ ഫോണ് റേഞ്ച് ഇല്ല അവിടെ. കാരണം അവിടെ എറണാകുളത്ത് റേഞ്ച് ഇല്ല. അപ്പൊ അതൊരു നല്ല ഐഡിയ ആയിരുന്നു എനിക്ക് ആ കുട്ടിയുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അമ്പട കള്ള. എന്താ ചോദിച്ച ആൾക്കാരോട് പറഞ്ഞു, എന്താ മോളെ ഇത് റേഞ്ചും ഇല്ല, പിന്നെ ഞാൻ എന്തോ സംസാരിക്കാനെന്നെല്ലാം പറഞ്ഞ് സംസാരിച്ച അവസാനം അപ്പുറം ഐഡിയ നമ്പറുള്ളൊരു കുട്ടിയുണ്ടല്ലോ, കുട്ടിയുടെ നമ്പർ തരാൻ പറഞ്ഞു. ആൾക്കാർക്ക് സംശയമൊന്നും തോന്നിയില്ല. ആരുടെയെങ്കിലും നമ്പർ മതിയല്ലോ. ആരുടെയെങ്കിലും നമ്പർ. അതെങ്ങനെ ഇതാവൂന്ന് ഉറപ്പിച്ചു? അത്താന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഐഡിയ സിമ്മുള്ള ആ കുട്ടി മാത്രമേ ഉള്ളൂ. എടോ, ഇയാൾ ഇതിന് മാത്രം അതിനിടയിൽ റിസർച്ച് നടത്തിയോ? പിന്നെ കള്ളനാണ് കേട്ടോ. അതിന് മാത്രം റിസർച്ച് നടത്തി. കാരണം ആർക്കൊക്കെ എവിടെ റേഞ്ച്, എവിടെ ആരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കി. അവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഓ, അതിന്റെ ഇടയിലാണ് ഐഡിയ സിമ്മുള്ള നമ്പർ കണ്ടുപിടിച്ചത്. എന്നിട്ട് അപ്പൊ കണ്ടുപിടിച്ചു. നമ്പർ പ്രാവശ്യം എനിക്ക് ഇങ്ങോട്ട് തന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചാ, ഈ നമ്പറിലിട്ട് വിളിച്ചാൽ ഇങ്ങനെ വിളിച്ചാന്ന് പറഞ്ഞു. അയൽക്കാര് വിചാരിക്കണത്, ഓ എന്നെ ഇത് കഴിഞ്ഞിട്ട് അന്വേഷിക്കുന്ന ചേട്ടൻ, എന്ത് സ്നേഹമുള്ള ചേട്ടൻ, അയൽക്കാരാണെങ്കിൽ എങ്ങനെ വേണം. അതല്ലേ
ആണ്. പിന്നെ എന്നിട്ട് ആ നമ്പറിലാണ് നമ്മൾ പിന്നെ വിളിക്കാൻ ആരംഭിക്കുന്നത്. വിളിച്ചില്ല വിളിച്ചാൽ നമ്മുടെ വില പോകത്തില്ലേ? ഓക്കെ, അങ്ങനൊരു നമ്പർ കൈ കിട്ടിട്ടും നമ്മുടെ സ്വന്തം വില കളയാതെ ഇരിക്കുന്ന ഈ അഭിമാനിക്കാവുന്ന ചെറുപ്പക്കാരന് വേണ്ടി ഇപ്പൊ ഏത് പാട്ടാ ക്ലബ് എഫ്എമ്മിന്റെ ലവ് ബൈറ്റ്സിലൂടെ വേണ്ട? എനിക്ക് സമ്മറിൻ ബദലായമല്ലേ എത്രയോ ജന്മമാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ ആ പാട്ടായിരിക്കും. ഓക്കെ, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ആ സോങ് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു സുമിത്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്. ഒരു പെൺകുട്ടി, അതും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ നമ്പർ കയ്യിൽ വന്നാൽ വിളിക്കാതിരിക്കാൻ വലിയ പാടാണ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു സുമിത്തിന്റെ അടുത്ത് ചോദിക്കാം, എങ്ങനെ പിടിച്ചിരുന്നു? ഞാൻ കുട്ടിയോട് സംസാരിക്കാറുണ്ട്, ഇത്ര ചോദിക്കും സുഖമാണോ, അങ്ങനെ. അപ്പൊ കുട്ടി വിചാരിക്കും, ഷോ എത്ര മാന്യൻ, പേഴ്സണാലിറ്റിയാണ് അവിടെ ഡെവലപ്പ് ചെയ്തത്. അവിടെ നമ്മളത് കാണിച്ചു. നാഗർകോവിലിൽ നിന്ന് പഠിച്ചതാണോ കേരളത്തിൽ നിന്ന് പഠിച്ചതാണോ അറിയാൻ പറ്റില്ല. ഇനി എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയാണെന്നും അറിയത്തില്ല. അച്ഛൻ ലവ് മാരേജ് ആണോ ആയിരുന്നു പറയുന്നത്? അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വിളിച്ചില്ല. ഒരു കുറെ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ആ കുട്ടിയായിട്ട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം റേഞ്ച് ഫുൾ ഔട്ട് ഓഫ് റേഞ്ച് BSNL. അപ്പം നോക്കിയപ്പോ എന്നാ പിന്നെ ഐഡിയയിലോട്ട് വിളിച്ചു. പിന്നെ വേണ്ടേ, പിന്നെ കുട്ടിയെ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മല്ലപ്പള്ളി എന്നൊരു പ്രപ്പോസൽ വന്നത്. 23 വയസ്സിൽ കല്യാണം കഴിക്കാറായോടോ? ഇല്ല, ആ പ്രപ്പോസലല്ല, എന്റെ നാട്ടിലുള്ള ഒരു കുട്ടി. ഇങ്ങോട്ട് ഇഷ്ടാന്ന് പറഞ്ഞു. അതിനിടയിൽ ട്വിസ്റ്റ്. അപ്പൊ വേണോ വേണ്ടാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എടോ, ഇയാൾ ഒരു പെങ്കൊച്ചോണ്ട് ഇഷ്ടം തോന്നിട്ട് ഇയാൾക്ക് ആലോചിക്കേണ്ട വന്നോ? കൊള്ളാലോ. ആലോചിക്കേണ്ട വന്നതല്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാനിങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് കേട്ടിട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മതി ഈ കഥ. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്.